ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്നലെയാണ് ഈ വീഡിയോ ഇട്ടത്. മൈ ND എക്സ്പീരിയൻസ് ആൻഡ് ഓൾ. ഈസ് നേവി സേഫ് ഫോർ ഗേൾസ്? ആസ് ഐ സെഡ്, അവിടെ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. ബോയ്സ് ആൻഡ് ഗേൾസ് ആർ സെയിം. ടഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ട്രെയിനിങ് ആണ്. പിന്നെ പോസ്റ്റിംഗ് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും. പക്ഷേങ്കിൽ ജോബ്, ഇഫ് യു ലവ് ദാറ്റ് ജോബ് ദാറ്റ് മച്ച്, ഇറ്റ്സ് ഓൾ വർത്ത് ദ റിസ്ക്. അങ്ങനെ പിന്നെ വലിയൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാറ്റ്. ഇപ്പം ഞാൻ തന്നെ ഇന്ത്യക്ക് പോകുന്നതുകൊണ്ട് എൻ്റെ അച്ഛന് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. അച്ഛൻ വാസ് ലൈക്ക് അന്ന് വെച്ചിട്ട് കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് പറയും, എനിക്കിങ്ങനെ നാട്ടിലധികം പണിയെടുക്കുന്ന ജോലി ചെയ്താൽ പോരെ എന്നാണ് അച്ഛൻ ചോദിക്കും. മീൻസ് ഞാനങ്ങോട്ട് പോയി അങ്ങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി സോ ഹാപ്പി. അതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേങ്കിൽ പോകുന്നതുകൊണ്ട് അച്ഛൻ മീൻസ് എൻ്റെ ഇഷ്ടത്തിന് പോകുന്നത്. അച്ഛന് വലിയൊരു എന്താ പറയുക, കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അല്ലാണ്ട് അതിലിപ്പുറം ഒന്നും എൻ്റെ അടുത്ത് എക്സ്പെക്ട് ചെയ്യണം. ആ ഒരു വൈബായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നത്. സോ ഈ വീട്ടിൽ സമധിക്കുന്നില്ല എന്നതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമുക്ക് അത്രയും ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫീൽഡിൽ നല്ലോണം ഡെഡിക്കേറ്റഡോടെ വർക്ക് ചെയ്യാം. ഈ ഒരു ഫീൽഡിൽ വി കുഡ് ഡു സംതിങ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വി ഷുഡ് ഗീവ് 100%. അല്ലാണ്ട് ഇതിപ്പോൾ വേറെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അത് ചെയ്യാണ്ടിരിക്കുന്നത് കൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് മീനിങ് ഫുൾ ആൻഡ് ഓൾ. ഫാമിലി സപ്പോർട്ടിങ് അല്ലാണ്ട് അവിടെ മെയിൻ റീസൺ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ തിങ്ക് ഇറ്റ്സ് നോട്ട് സേഫ് ഫോർ ഗേൾസ്. ദാറ്റ് അത് കുറച്ച് ഡേഞ്ചർ ആണ്. വിച്ച് ഈസ് ഒബ്വിയസ്ലി നമ്മുടെ ഒരു അത്ര ഇഷ്ടമായതുകൊണ്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്ലേസിൽ അവിടെ എത്തിയിട്ടുണ്ടാവുക എന്ന് ആലോചിക്കണം. അറിയുന്നത് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒബിയസ്ലി. ഞാൻ പറയാം, ഇതിന് ഉത്തരം തരാൻ ഞാൻ ആളല്ല. ശരിക്കും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിലായിട്ട് യാതൊരു ബന്ധമില്ലാതൊരു ഫീൽഡില്ല. അതായത് ഞാനിത് കുറച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റേതായ മീൻസ് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പറ്റുന്നത്ര ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് ഒരു സ്ഥലത്തേക്ക് പോയത്. നല്ല കരിയർ ഗൈഡൻസ് എന്നൊരു ബുക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ NDയെ കുറിച്ച് എനിക്ക് അറിയുന്നതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. താങ്ക് യു ഫോർ ഡ്രോപ്പിംഗ് ദിസ് ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ നല്ല റെസ്പോൺസ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ.